ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നുള്ളത് നമുക്ക് പറയാം ഞാൻ ചോദിച്ചു. ഐ ഞാൻ എന്നുള്ളത് ഐ ചോദിക്കുക എന്നുള്ളതിന് ആസ്ക് ചോദിക്കുക ആസ്ക്. ഇനി നമ്മൾ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്, മുമ്പ് ചോദിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം പാസ്റ്റിൽ ചോദിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ആസ്കിൻ്റെ കൂടെ നമ്മളൊരു ഇ ചേർക്കണം. ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു എന്നായിട്ടോ. ഐ ആസ്ക്ഡ് ഞാൻ ചോദിച്ചു. ഓക്കെ. ഇനി ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചില്ല ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ചെയ്തില്ല, പോയില്ല പറയുമ്പോൾ എന്താണ് അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, ചെയ്തില്ല എന്ന് പറയുമ്പോൾ. സോ നമുക്ക് എങ്ങനെ പറയാം, ഐ എന്ത് ചെയ്തില്ല എന്നല്ലേ, ഐ ഡിഡിൻറ്റ് വേണം കേട്ടോ. ഐ ഡിഡിൻറ്റ് ആസ്ക്. ഐ ഡിഡിൻറ്റ് ആസ്ക് ഞാൻ ചോദിച്ചില്ല. ഐ ഡിഡിൻറ്റ് ആസ്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ ആസ്ക്ഡ് വേണ്ട കേട്ടോ, കാരണം ഓൾറെഡി ഡിഡ് ഇവിടെ ഓൾറെഡി പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. സോ നമുക്കിവിടെ ആസ്ക്ഡ് വേണ്ട. നമ്മൾ ആസ്ക്ഡ് ചെയ്യുന്നത് എഴുതുന്നത് എന്താണ്, തെറ്റാണ് കേട്ടോ. ഐ ഡിഡ് നോട്ട് ആസ്ക് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഐ ഡിഡിൻറ്റ് ആസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡിഡ് പ്ലസ് നോട്ട് ഡിഡ് നോട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡിഡ് പ്ലസ് ആസ്ക് ആണ് എന്ത്, ഈ ആസ്ക്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഡിഡ് പ്ലസ് ആസ്ക് ആണ് ആസ്ക്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഐ ഡിഡ് നോട്ട് ആസ്ക്ഡ്. ഓക്കെ. ഞാൻ ചോദിച്ചില്ല എന്നായിട്ടോ. ഇനി നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾ ചോദിച്ചോ. ഞാൻ ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ചോ എന്ന് ചോദിക്കില്ലേ നമ്മൾ, ഇതെങ്ങനെ പറയാം, നിങ്ങൾ ചോദിച്ചോ. ഓക്കെ. അപ്പം നമ്മൾ ഈ ഡിഡിനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. സോ നമ്മൾ ഡിഡിനെ ആദ്യം കൊണ്ടുവരുന്നു. ഡിഡ്. ഓക്കെ. ഇനി നിങ്ങൾ ചോദിച്ചോ. ഡിഡ് യു ആസ്ക്. നിങ്ങൾ ചോദിച്ചോ. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഡിഡ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചോ. ഓക്കെ. ഡിഡ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചോ. ഓക്കെ. ഇനി നിങ്ങൾ ചോദിച്ചില്ലേ. നിങ്ങൾ ചോദിച്ചില്ലേ. അപ്പം എന്താണ് ഡിഡിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ചേർക്കുക, അത്രയേ ഉള്ളൂ അല്ലേ. എങ്ങനെ ചോദിക്കാം, ഡിഡിൻറ്റ് യു ആസ്ക് എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം, ഡിഡിൻറ്റ് യു ആസ്ക്. ഡിഡിൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഡിഡ് പ്ലസ് നോട്ടാണ് കേട്ടോ. ഡിഡിൻറ്റ് യു ഡിഡിൻറ്റ് യു ആസ്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ. ഡിഡിൻറ്റ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചില്ലേ. ഓക്കെ. ഡിഡ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചോ. ഡിഡിൻറ്റ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചില്ലേ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ്. ഓക്കെ. ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചില്ല, ഐ ഡിഡിൻറ്റ് ആസ്ക്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡിഡ് നോട്ട് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണെങ്കിൽ നമ്മൾ ഡിഡ് നോട്ട് വെച്ചിട്ട് പറയാം. പിന്നെ വേർബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിൽ തന്നെ കൊണ്ടുവരാം. ഓക്കെ. നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾ ചോദിച്ചോ. ഡിഡ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചോ. നെക്സ്റ്റ് നിങ്ങൾ ചോദിച്ചില്ലേ. ഡിഡിൻറ്റ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചില്ലേ. ഡിഡിൻറ്റ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചില്ലേ. നെക്സ്റ്റ് വൺ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതെന്ന് ചോദിക്കില്ലേ നമ്മൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ പറയില്ലേ. ഇതെങ്ങനെ നമുക്ക് പറയാം, പറഞ്ഞു നോക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഇവിടെ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഓക്കെ. വൈ. വൈ എന്തുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വൈ. ഓക്കെ. വൈ. വൈ ഡിഡ് യു ആസ്ക്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. വൈ ഡിഡ് യു ആസ്ക്. ഓക്കെ. ഡിഡ് യു ആസ്ക് നിങ്ങൾ ചോദിച്ചോ. ഓക്കെ. വൈ ഡിഡ് യു ആസ്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. വൈ ഡിഡ് യു ആസ്ക്. ഓക്കെ. ഒരു വൈ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കുന്നു കേട്ടോ. വൈ ഡിഡ് യു ആസ്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്. വൈ ഡിഡ് യു ആസ്ക്. ഓക്കെ. വൈ ഡിഡ് യു ആസ്ക് ദാറ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചോദിച്ചത്. വൈ ഡിഡ് യു ആസ്ക് സോ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ നമുക്ക് പറയാവുന്ന കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്. ഇതും നമുക്ക് എങ്ങനെ ചോദിക്കാം, ഈ ഡിഡിൻ്റെ കൂടെ നമ്മളൊരു നോട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ അതിലെ വൈ എന്തുകൊണ്ട്. വൈ ഡിഡിൻറ്റ് യു എന്തുകൊണ്ട് ചെയ്തില്ല. വൈ ഡിഡിൻറ്റ് യു ആസ്ക് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല. വൈ ഡിഡിൻറ്റ് യു ആസ്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്. നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്. ഇതെങ്ങനെ പറയാം, എപ്പോൾ. എപ്പോൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, വെൻ എന്നല്ലേ. എപ്പോൾ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, വെൻ എന്നല്ലേ. സോ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, വെൻ. എപ്പോൾ. വെൻ ഡിഡ് യു ആസ്ക്. വെൻ ഡിഡ് യു
ആസ്ക് നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? വെൻ ഡിഡ് യു ആസ്ക് നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? ഓക്കെ. ഇനി നിങ്ങൾ എന്താണ് ചോദിച്ചത്? എന്താണ്, എന്ത് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വാട്ട് എന്നല്ലേ? വാട്ട്, എന്ത്. അപ്പൊ എങ്ങനെ പറയാം? വാട്ട് ഡിഡ് യു ആസ്ക്? വാട്ട് ഡിഡ് യു ആസ്ക്? ഓക്കെ. വാട്ട് ഡിഡ് യു ആസ്ക്? ഓക്കെ. അപ്പോൾ വാട്ട് ഡിഡ് യു ആസ്ക്, നിങ്ങൾ എന്താണ് ചോദിച്ചത്? ഓക്കെ. ഇനി നമുക്ക് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് ചോദിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചത്? ഇതെങ്ങനെ ചോദിക്കാം? ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചോദിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ചോദിച്ചത്? അപ്പോൾ എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ഹൗ എന്നാണ്. ഹൗ, എങ്ങനെ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഹൗ, എങ്ങനെ. ഡിഡ് യു, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ആസ്ക്, ചോദിച്ചത്. ഹൗ ഡിഡ് യു ആസ്ക്, എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചത്? ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ വാട്ട് ഡിഡ് യു ആസ്ക്, നിങ്ങൾ എന്താ ചോദിച്ചത്? ഓക്കെ. വെൻ ഡിഡ് യു ആസ്ക്, നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? ഹൗ ഡിഡ് യു ആസ്ക്, നിങ്ങൾ എങ്ങനെയാണ് ചോദിച്ചത്? ദെൻ വൈ ഡിഡ് യു ആസ്ക്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ ചോദിച്ച് പരിശീലിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് ഫൈൻഡ് അവർ ക്ലാസ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, like, share, comment and subscribe. Thank you.